Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ സാധിച്ചില്ല, പെട്ടെന്ന് നെറ്റ് കണക്ഷൻ പോയിട്ടോ, അതുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കാതെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ആരാണ്? Prayer, ma'am. കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ അനുഗ്രഹിക്കൂ ദേവ നയിക്കൂ നീ ഞങ്ങളെ അനുഗ്രഹിക്കൂ ദേവ നയിക്കൂ നീ ഞങ്ങളെ വീചികൾ പാടുവാൻ വരമരുളും എന്നെന്നും വീചികൾ പാടുവാൻ വരമരുളൂ കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ കൈ തൊഴുന്നീശനെ കൈ തൊഴുന്നേ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, സൈനിങ്. സൈനിങ് ആരാണ്? മരിയാണോ? മരിയ, ഞാൻ പറഞ്ഞാ മതി. ഇന്നലെ പറയണ്ടേ, പറയാൻ പറ്റിയില്ല. എന്ന് പറയട്ടെ. പറഞ്ഞോളൂ. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും മാത്രമല്ല, പഠിക്കുക എന്നതല്ല. അത് പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നതാണ്. അത് കരുത്ത് ആർജിക്കലുമാണ്. ഓക്കെ മാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത് തോട്ട് പറയുന്നത് ഇത് തോട്ടായിട്ട് എടുത്താ പോരെ? അത് തോട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചേ. അതെ, അത് പോയി, ഫ്ലോ പോയി. സൈനിങ് ഇല്ലായിരുന്നു, തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പോയി. ഓക്കെ, ഓക്കെ, നമുക്ക് നല്ല സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് കുഴപ്പമായോ? ഇല്ല, അത് കുഴപ്പമില്ല. പറയുന്നുണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നോട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ രജിസ്റ്റർ, സ്റ്റാഫ് രജിസ്റ്റർ, സ്റ്റാഫ് ലീവ് രജിസ്റ്റർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എനി പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ് ഈസ് ഓൺലി ആൻ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്. So the teacher should think that taking part in the office work is a training for her. In the starting point, she should show each and all work she does to her superiors who had allotted the work and get checked whether she had done it properly. അതായത് ടീച്ചിങ് ഗ്രേഡിൽ നിന്നുള്ള പ്രൊമോഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലുള്ളതായിരിക്കാം, അല്ലെ? അതായത് നമുക്കിപ്പോ ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ജീവിതാവസാനം വരെയും ആരായിട്ട് തന്നെ വർക്ക് ചെയ്യണം? ആരായിട്ടാ വർക്ക് ചെയ്യുന്നത്? ടീച്ചറായിട്ട്. മറ്റ് ജോലികൾ അങ്ങനെയാണോ? എല്ലാ ഫീൽഡ്സിലും വർക്ക് ചെയ്യാം. എല്ലാത്തിലും പ്രൊമോഷൻസ്, അതായത് ഹയർ ഗ്രേഡ് പൊസിഷൻ നമുക്ക് കിട്ടും, അല്ലെ? പക്ഷെ ടീച്ചറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ടീച്ചറായിട്ട് തന്നെ ജോലി ചെയ്യാന്നുള്ളതാണ്. റിട്ടയർഡ് ആവുന്നവരെ
ടീച്ചറായിട്ട് ജോലി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രൊമോഷൻ സാധ്യത, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ്, അതായത് ഓഫീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പ്രൊമോഷൻ സാധ്യത അതിലേക്കാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ് പോലെയാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ സുപ്പീരിയേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ നടപ്പിലാക്കേണ്ടത്. അതായത് ടീച്ചർക്ക് മുകളിൽ ചില വ്യക്തികൾ ഉണ്ടാവും അല്ലെ, സുപ്പീരിയേഴ്സ് ഉണ്ടാവും, ഹെഡ് മാസ്റ്റർ പോലുള്ള അവരൊക്കെ ഉണ്ടാകും. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും ചെക്ക് ചെയ്യണം, അതായത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ടീച്ചർ ശരിയായ വിധത്തിൽ നടത്തുന്നുണ്ടോ, ശരിയായ രീതിയിലാണ് ജോലി ചെയ്യുന്നതെന്ന് എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. Okay, the next paragraph. Teachers are also given the office work of delivery of uniform, books, notebooks, and special books like workbooks, map drawing books, diaries, or calendar books. In all above cases, teachers should not feel that this work is something like throwing fertilizers in the field. They have responsibility in this. At any time, they may call for verification to whom they are given, what is given, and all. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് എന്താ പാരാഗ്രാഫ് വായിച്ചപ്പോ നിങ്ങൾക്ക് തോന്നി? ഒരു ടീച്ചർ ഓഫീസ് വർക്കുകൾക്ക് പുറമെ യൂണിഫോംസ്, കുട്ടികൾക്കുള്ള യൂണിഫോംസ്, ബുക്സ്, നോട്ട് ബുക്സ്, പിന്നെ സ്പെഷ്യൽ ബുക്സ്, അതായത് വർക്ക് ബുക്ക്, മാപ്പ് ഡ്രോയിങ് ബുക്ക്, ഡയറീസ്, കാലണ്ടർ തുടങ്ങിയ കാര്യങ്ങളും കൂടി കുട്ടികൾക്ക് ഡെലിവറി ചെയ്തിരിക്കണം. മറ്റുള്ള കേസുകളെ അപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും മുൻപത്തെ കാര്യങ്ങളിൽ കൂടാതെ ഈ ഉള്ള കാര്യങ്ങളിൽ കൂടി ടീച്ചർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അത് വെരിഫിക്കേഷൻ, അതിനെയാണ് അറ്റ് എനി ടൈം they may be called for verification to whom they are given. സോറി മാം, എനിക്ക് കുറച്ച് കോൾഡിന്റെ പ്രശ്നമുണ്ട്, സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, അതർ വൺ വേറെ ആർക്കെങ്കിലും മനസ്സിലായോ? ആരെങ്കിലും പറയൂ കേട്ടോ. മാം ഇതേ കാര്യം തന്നെയല്ലേ, അതായത് കുട്ടികൾക്കുള്ള ടീച്ചേഴ്സ് ഇങ്ങനെ യൂണിഫോം മറ്റുമൊക്കെ കൊടുക്കുന്ന കൂടാതെ അവർക്ക് അതൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യണം എന്നാണോ? അത് നോട്ടീസ് ചെയ്യണം, എല്ലാവർക്കും കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊക്കെ ഉള്ള. അതായത് ബുക്സ്, യൂണിഫോംസ് ഒക്കെ, അതായത് നമുക്ക് പറയാം ഈ സമയത്ത്, അതായത് ഈ ഏപ്രിൽ മെയ് മാസത്തൊക്കെ ആ ഒരു സമയമാകുമ്പോഴാണ് കൂടുതലായിട്ടും ടീച്ചേഴ്സിന് ഓഫീസ് വർക്കുകൾ കൂടുതലായിട്ട് ഉണ്ടാവുക. കാരണം അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അതിനു മുമ്പായിട്ട് കൂടുതൽ അവർക്ക് ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ പെടുന്നുണ്ട്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിഫോംസ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കുട്ടികൾക്ക് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പാണ് യൂണിഫോം കൊടുക്കുന്നത് അല്ലെ, എല്ലാ സ്കൂളിലും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ യൂണിഫോംസ് ഡെലിവർ ചെയ്യുക, അതുപോലെ തന്നെ ബുക്സുകള്, പിന്നെ അതുപോലെ ടെക്സ്റ്റ് ബുക്കുകളാവാം, പിന്നെ നോട്ട് ബുക്കുകളാവാം, പിന്നെ മറ്റ് വർക്ക് ബുക്കുകള്, മാപ്പ് ഡ്രോയിങ് ബുക്കുകള്, ഡയറി, കലണ്ടറുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ, ടീച്ചർക്കാണ് ആ ഡ്യൂട്ടി കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, ഈ ജോലി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഏറ്റെടുക്കണം. ഇവിടെ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്, ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അവിടെ. ദിസ് വർക്ക് ഈസ് സംതിങ് ലൈക്ക് ത്രോയിങ് ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ ഫീൽഡ്. അതായത് പാടത്ത് വിത്തെറിയുന്നത് പോലെ ആകരുത്. വെറുതെ ഒരു കാര്യം ചെയ്തു, ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്താ പറയാ ഒരുവിധം ചെയ്തു, അല്ലെങ്കിൽ ഒരുവിധം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും അതൊന്ന് ഒരുവിധം കഴിച്ചു തീർക്കാനായിട്ട് നോക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള പോലെ ആകരുത് നമുക്ക് കാര്യങ്ങൾ ചെയ്യുന്നത്. തീർത്തും സിൻസിയർ ആയിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ. പാടത്ത് വിത്തെറിയുന്നത് പോലെ ആകരുത് എന്ത് ചെയ്യുന്നത്, ഈ ജോലികൾ ഏറ്റെടുക്കേണ്ടത്.
അപ്പൊ അതുപോലെ തന്നെ ഇതിനൊരു എന്താ പറയാ, അത് തീർത്തും ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടിയാണ് ഈ ജോലികൾ ചെയ്യേണ്ടത്. പിന്നെ ഏത് സമയം, അതായത് ഇതിന്റെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡുകൾ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അപ്പൊ എത്ര കുട്ടികൾക്ക് യൂണിഫോം കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര കുട്ടികൾക്ക് ബുക്ക് കൊടുത്തു, അപ്പൊ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു നോട്ട്ബുക്കിൽ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് താഴത്തെ പാരഗ്രാഫിൽ കേട്ടോ. അപ്പൊ കാരണം അതായത് സുപ്പീരിയേഴ്സ്, അതായത് മേലെയുള്ള അധികാരികൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് എത്ര പേർക്ക് കൊടുത്തു, എത്ര എണ്ണമാണ് കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തെളിവ് വേണം കൊടുക്കാനായിട്ട്, അല്ലെ? ഓക്കെ, അപ്പൊ എവിഡൻസ് വേണം. ഈ എവിഡൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. പിന്നെ എപ്പോഴായാലും ഇതിനോട് വെരിഫിക്കേഷൻ ഉണ്ടാകാം. അപ്പൊ അത് നമ്മൾ ടീച്ചർ എന്ന രീതിയിൽ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓഫീസ് വർക്ക് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ടീച്ചറുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ആദ്യം പറഞ്ഞ ഒന്നുകൂടി ഒന്ന് പറയാമോ? ഞാൻ കേറിയില്ലായിരുന്നു ആദ്യം ഭാഗം ഒന്നുകൂടി ഒന്ന് പറയാമോ? ഏതാണ്? ഫസ്റ്റ് പാരഗ്രാഫ് ആണോ? അതെ മാം, ആദ്യം തുടങ്ങിയ ഇപ്പൊ തൊട്ടുള്ളത് കുറച്ച് ഭാഗം. അതായത് ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലേക്കുള്ള പോസ്റ്റ് ആയിരിക്കും. ഇത് ടീച്ചറായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറായിട്ട് തന്നെയാണ് റിട്ടയർഡ് ചെയ്യുക. വേറെ ജോലികൾ പോലെ മറ്റു പല പ്രമോഷൻ സാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടീച്ചറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ട്രെയിനിങ് ആയിട്ട് ഓഫീസ് വർക്കുകൾ ചെയ്യുമ്പോൾ ഒരു ട്രെയിനിങ് ആയിട്ട് ടീച്ചർ അത് കാണണം. പിന്നെ സുപ്പീരിയർ പറയുന്നതനുസരിച്ചിട്ടാണ് ടീച്ചർ വർക്ക് ചെയ്യേണ്ടത്. അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടത്. അതാണ് ആ പാരഗ്രാഫ് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. The next one, so it is better for the teacher to keep a notebook at least and enter the date and the item given, volume given, and the signature of the person to whom given in the same notebook. She should also keep a record of materials which she has received, the date, quantity, and often she should verify their remaining stock, etc. Tally with the balances per the notebook. This will keep her away from many problems. എന്താ പറയുന്നത്? എന്താ ഇവിടെ പറഞ്ഞു വരുന്നേ? നോട്ട്ബുക്ക് കൊടുത്തതിനൊക്കെ ഒരു റെക്കോർഡ് ടീച്ചർ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. എപ്പോ കൊടുത്തു, അതിന്റെ ഡേറ്റും, കൊടുത്ത സമയവും, എത്ര കൊടുത്തു, പിന്നെ ഈ ആർക്ക് കൊടുത്തു എന്നുള്ള അതിനുള്ള സിഗ്നേച്ചറൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് ലഭിച്ച ഡേറ്റും അതിനുള്ള ക്വാണ്ടിറ്റി എത്ര ലഭിച്ചു എന്നുള്ളതിന്റെ ഡേറ്റും റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. വേറെന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? വേറെ ആർക്കെങ്കിലും? ഇല്ല. അതിലെല്ലാം ടാലി ആക്കി വെച്ചിട്ട് ബാലൻസും അതെല്ലാം നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കണം. അത് ഒരുപാട് പ്രോബ്ലംസ് എന്തോ ഒഴിവാകും എന്നുള്ളതാണ്. This will keep her away from many problems എന്നതൊരു സൊല്യൂഷൻ ആയിരിക്കും. ടീച്ചർ എന്ത് ചെയ്തിരിക്കണം? ഒരു നോട്ട്ബുക്ക് ഇതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് റിൻഡ വർഗീസ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? റിൻഡ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഉണ്ടാകണം. അതായത് ഡെലിവറി ചെയ്ത ഡേറ്റ് എന്നാണ്. നമ്മൾ യൂണിഫോം ബുക്സ് ഒക്കെ മേടിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്ത ഡേറ്റ് ആയിരിക്കും നോട്ട്ബുക്കിൽ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ആ ഡേറ്റ് വേണം. പിന്നെ എന്ത് ഐറ്റം ആണ് കൊടുത്തത്? ഇപ്പൊ യൂണിഫോം ആയിരിക്കാം, ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കാം, നോട്ട്ബുക്ക് ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഐറ്റം എന്താണെന്ന് എഴുതുക. പിന്നെ അതുപോലെ തന്നെ വോളിയം എത്ര എണ്ണമാണ് കൊടുത്തതെന്ന് എഴുതാം. അതുപോലെ തന്നെ ആരാണ് വന്ന് അത് വാങ്ങിച്ചത്, അവരുടെ സിഗ്നേച്ചർ മേടിക്കുക, അല്ലെ? അവര് മേടിച്ചെന്ന് ഉറപ്പ് വരുത്തണമല്ലോ. ടീച്ചർ അത് കൊടുത്തതാണല്ലോ. അപ്പൊ അവര് മേടിച്ചെന്ന് ഉറപ്പ് വരുത്താൻ, അല്ലെങ്കിൽ അത് കൊടുത്തെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവരുടെ സിഗ്നേച്ചർ വാങ്ങിക്കുക ആ നോട്ട്ബുക്കിൽ തന്നെ. അതുപോലെ തന്നെ എന്താ പറയാ,
നമ്മൾ കൊടുക്കുന്ന സാധനം ബാലൻസ് ഒക്കെ ഉണ്ടാവും, റിമൈനിങ് സ്റ്റോക്ക് വരുമല്ലോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ധാരാളമായിട്ട് ഇപ്പൊ ഒരു 100 ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 50 എണ്ണം ആയിരിക്കും ചിലപ്പോ ആവശ്യമായിട്ട് വരിക, 50 എണ്ണം ആയിരിക്കും സപ്ലൈ ചെയ്തത്. അപ്പൊ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ സ്റ്റോക്ക് എത്രയാണ്, അത് എന്താ പറയാ അതിന്റെ ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ടാലി ചെയ്ത് നോട്ട്ബുക്കിൽ ചേർക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യുവാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും അത് എന്താ പറയാ പ്രശ്നങ്ങൾക്കും അതൊരു എന്താ പറയാ പരിഹാരമാകും അല്ലെ. അതായത് മുകളിൽ നിന്ന് ഇപ്പൊ ആരെങ്കിലും വെരിഫൈ ചെയ്യാനൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണത്തിൽ കുറവോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചറിന്റെ പണി പോകും അല്ലെ. അങ്ങനെയല്ലേ ഉണ്ടാവുക. എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്കൂളുകളില്? പണിഷ് സമയത്ത് പ്രശ്നം എന്താണ് അവർക്ക് കൂടുതൽ പണിഷ്മെന്റ് കിട്ടും. പിന്നെ അവർക്ക് സമയാസമയങ്ങളിൽ അവർ വർക്ക് തീർന്നില്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ ചീത്ത കിട്ടുന്നത്. അതെ. അപ്പൊ ഫുള്ള് ടീച്ചർമാരുടെ ഉത്തരവാദിത്വമാണ്. അതെ. അപ്പൊ ഹയർ അതോറിറ്റി ആവശ്യപ്പെടുമ്പോൾ അതിനുള്ള എവിഡൻസ് മറ്റൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നോട്ട്ബുക്ക് എന്ത് ചെയ്യാം കാണിക്കാവുന്നതാണ്. അപ്പോ നമ്മള് കൊടുക്കുന്ന സാധനം മാത്രമല്ല, ഡെലിവറി ചെയ്യുന്ന ഐറ്റം മാത്രമല്ല, അതിന്റെ ബാലൻസ് സ്റ്റോക്ക് വരുന്നതൊക്കെ ടാലി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ നോട്ട്ബുക്കില് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കേട്ടോ. അപ്പൊ അതും ശ്രദ്ധിക്കുക. അപ്പൊ അത്രയും കാര്യമാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയൽസ് ടു ബി യൂസ്ഡ് ഇൻ സ്കൂൾ. എന്തൊക്കെ ഫയലുകളാണ് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് നോക്കാല്ലേ എന്തൊക്കെ ഫയൽസ് ആണെന്ന്. എന്തൊക്കെ ഫയൽസ് ആണെന്ന് നോക്കിയേ നിങ്ങള്. വായിക്കട്ടോ, റീഡ് ചെയ്യൂ. എന്തൊക്കെ റെക്കോർഡുകളാണ് കീപ്പ് ചെയ്യുന്നത്? അറ്റൻഡൻസ് റെക്കോർഡ് ഉണ്ട് അല്ലെ സ്കൂളില്. എല്ലാത്തരം അതായത് സ്റ്റുഡൻസിന്റെ ആയാലും ടീച്ചേഴ്സിന്റെ ആയാലും നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ ആയാലും അറ്റൻഡൻസ് രജിസ്റ്റർ സ്കൂളിൽ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ മിറർ എന്ന് പറയുന്നത് എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് അബൌട്ട് ദ സ്റ്റുഡൻസ് അറ്റൻഡൻസ് ആൻഡ് സ്റ്റാഫ് അറ്റൻഡൻസ്. അതായത് അവിടെയുള്ള സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന രജിസ്റ്ററിനെയാണ് മിറർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എന്ന് പറയാം അതിനെ മിറർ എന്ന് പറയുമ്പോൾ. അതായത് ശരി ഒറിജിനൽ ഉണ്ടാകും, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഒന്നിലധികം അതായത് ഒരു രജിസ്റ്ററിനേക്കാൾ ഉപരി അതിന്റെ കോപ്പിയും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടാകും, ഓഫീസുകളിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു വെക്കുന്നേ? ഒരു രജിസ്റ്ററിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്തിനാ എടുത്തു വെക്കുന്നേ? ഒറിജിനൽ നഷ്ടപ്പെട്ടു പോയെങ്കില് കോപ്പി ഉണ്ടാവൂല്ലോ. കഴിഞ്ഞാല് അത് വീണ്ടെടുക്കുന്നത്, അത് എന്താ പറയാ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഒരെണ്ണം ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അപ്പൊ മിറർ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നത്? അതായത് സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസും അതുപോലെ സ്റ്റാഫിന്റെ അറ്റൻഡൻസും അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ് മിറർ. ഓക്കെ, ദെൻ അടുത്തത് ലീവ് ലെറ്റർ രജിസ്റ്റർ. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് ലീവ് ലെറ്റർ രജിസ്റ്റർ എന്ന്. ദെൻ അഡ്മിഷൻ രജിസ്റ്റർ, അതും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റർ ആണ്, അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. നോക്കിയാൽ നിങ്ങൾ സ്റ്റോക്ക് രജിസ്റ്റർ എന്താണ്? നമ്പർ ഓഫ് ഡെസ്ക്, ബെഞ്ചസ്, സയന്റിഫിക് ആർട്ടിക്കിൾസ് എക്സെട്ര. അതായത് ഒരു സ്കൂളില് എത്രയധികം ഡെസ്കുകൾ ഉണ്ട്, അല്ലെങ്കിൽ ബെഞ്ചസ് എത്രയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അവിടെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് അവിടെയുള്ള പ്രധാനപ്പെട്ട ബുക്സും മാസികകളും അങ്ങനെയുള്ള മാഗസിൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എത്ര എണ്ണമാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് അവിടെ ഉള്ളത്, ഇതിന്റെയൊക്കെ എണ്ണം സൂക്ഷിക്കുന്ന രജിസ്റ്റർ ആണ് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മാർക്ക് രജിസ്റ്റർ ആണ്.
information about the marks obtained by the student in each and every examination. ആ സ്കൂളിൽ പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസിന്റെയും ഓരോ എക്സാം നടക്കുമ്പോഴുള്ള സമയത്തെ മാർക്കുകൾ, ഓക്കെ, സ്റ്റുഡൻസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ മേടിച്ചിട്ടുള്ള മാർക്കുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള രജിസ്റ്റർ ആണത് മാർക്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 3 ടൈമിലായിട്ടാണ് എക്സാം നടക്കുന്നതെങ്കിൽ ആ 3 ടൈമിലുള്ള ടോട്ടൽ മാർക്സും ഈ മാർക്ക് രജിസ്റ്ററിൽ ഉണ്ടാവും. അതും ഈച്ച് ആൻഡ് എവരി സ്റ്റുഡന്റ്, ഓരോ സ്റ്റുഡന്റിന്റെയും മാർക്സ് അവർ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഫീസ് കളക്ഷൻ രജിസ്റ്റർ. കുട്ടികളിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് ഫീ വാങ്ങിക്കാറുണ്ടല്ലോ സ്കൂളുകൾ. എത്രയൊക്കെയാണ് ഫീ വാങ്ങിക്കാറുള്ളത് സ്കൂളുകളിൽ നിന്ന്, സ്റ്റുഡൻസിൽ നിന്ന്? എന്തിനൊക്കെയാണ്? എക്സാം, ആനിവേഴ്സറി. എക്സാം ഫീസ് ആയിട്ട് വാങ്ങിക്കാറുണ്ട്, ആനിവേഴ്സറി ഫീസ് ആയിട്ട് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കുറെ അധികം പലയധികം പർപ്പസുകളോട് കൂടിയിട്ടാണ് ഫീസ് മേടിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു രജിസ്റ്റർ ഉണ്ട്, ദാറ്റ് ഈസ് ഫീ കളക്ഷൻ രജിസ്റ്റർ. അതുപോലെ തന്നെ 8th 1 എന്ന് പറയുന്നത് വിസിറ്റേഴ്സ് നോട്ടാണ്. ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്ര വിസിറ്റേഴ്സ് എത്ര പേര് വരുന്നുണ്ട്. അതുപോലെ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ ഒന്നും കൂടി പറയുന്നത്, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിസ്റ്റ് ആണത് വിസിറ്റേഴ്സ് നോട്ട് ഓർ ഇൻസ്പെക്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിന് ചോദിക്കാം. മുമ്പത്തെ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ ഫയലുകളാണ് സ്കൂളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മിറർ എന്താണെന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ, ഇത് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് ആണ്. അവരുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, പിക്ചർ പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് കേട്ടോ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ മുമ്പ്? ഓഫീസിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സ്കൂളിന്റെ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അവിടെ ഫസ്റ്റ് ഒരു ക്രോസ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഫുൾ പ്രസന്റ് ആണ്. ഓക്കെ, അതായത് ഒരാള് ഫുൾ ആയിട്ട് എന്താണ് വർക്കിംഗ് ആണെങ്കിൽ ഫുൾ പ്രസന്റ് ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാല് മോർണിംഗ് പ്രസന്റ് മാത്രം, അതായത് മോർണിംഗിൽ വന്നിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ദാറ്റ് ഈസ് മോർണിംഗ് പ്രസന്റ്. ദെൻ ആഫ്റ്റർനൂൺ പ്രസന്റ്. ഒന്ന് നോക്കിയേ, നിങ്ങൾ ആ സിമ്പിൾ നോക്കിയേ. അതായത് രാവിലെ ഇല്ല, ഉച്ചയ്ക്ക് മാത്രമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ആഫ്റ്റർനൂൺ പ്രസന്റ്. ദെൻ മോർണിംഗ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ആ ഓഫീസ് സമയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഇപ്പൊ 10 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ആ 10 മണിക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അവിടെ ആ വ്യക്തിയെ മോർണിംഗ് സ്പോട്ട് ആയിട്ടാണ് ഇടുക. കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആളില്ല, വ്യക്തി ഇല്ലെങ്കിൽ മോർണിംഗ് സ്പോട്ട് ആയിട്ട് ഇടും. ഓക്കെ, നെക്സ്റ്റ് വൺ മോർണിംഗ് ആബ്സെന്റ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. ഓക്കെ, അതായത് മോർണിംഗിൽ ആബ്സെന്റ് ആകാം, ആഫ്റ്റർനൂണിൽ പ്രസന്റ് ആകാം. ദെൻ അടുത്തത് ആഫ്റ്റർനൂൺ സ്പോട്ട്, അതായത് ആഫ്റ്റർനൂണിൽ വർക്കിംഗ് തുടങ്ങുന്ന സമയത്ത് ആളവിടെ ഇല്ല എങ്കിൽ ആഫ്റ്റർനൂൺ സ്പോട്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വൺ മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ആബ്സെന്റ്. ഓക്കെ, ദെൻ അടുത്തത് മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ്. അതായത് ഇവിടെ മോർണിംഗ് എന്ന് പറഞ്ഞാല് സ്കൂൾ വർക്കിംഗ് ആണ്, പക്ഷെ ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറയുമ്പോൾ മൊത്തം, അതായത് ആ സ്കൂൾ മൊത്തമേ ലീവാണ്. ഓക്കെ, അതായത് മൊത്തം അവിടെ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാലോ രാവിലെ വർക്കിംഗ് ആയിട്ട് ഉച്ച കഴിഞ്ഞ് അവധി പ്രഖ്യാപിക്കുമല്ലോ. അപ്പോ അതിനെയാണ് ആഫ്റ്റർനൂൺ ലീവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, അടുത്തതില് മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. അതായത് കാലത്ത് സ്കൂൾ പ്രവർത്തിക്കുന്നില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് സ്കൂൾ വർക്കിംഗ് ആവുക. ദാറ്റ് ഈസ് മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ്. ലാസ്റ്റ് വൺ ഫുൾ ഡേ ലീവ്, അതായത് സ്കൂള് മൊത്തമേ അടച്ചിട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോ വെക്കേഷൻ ഒക്കെ ആണല്ലോ, അപ്പൊ സ്കൂൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലോസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ ഫുൾ ഡേ ലീവ് എന്ന് പറയുന്നത്.
ദെൻ ഫുൾ ഡേ ആബ്സെന്റ്. ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാറില്ല, സ്കൂളിൽ വർക്കിംഗ് ആവാറില്ല അല്ലെ. എല്ലാവർക്കും, എല്ലാ സ്റ്റാഫുകൾക്കും സ്റ്റുഡൻസിനും ഒക്കെ അവിടെ ലീവാണ്. അപ്പൊ അതിനെയാണ് ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നിങ്ങൾ ഇതിനകത്ത് നോക്കേണ്ടത് പ്രധാനപ്പെട്ട അതിന് സിമ്പിൾ ഒന്ന് ചോദിച്ചോട്ടെ, ആ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് ഒന്ന് പറയുമോ? മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ്. ഓക്കെ. അതായത് മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ പ്രസന്റ് ആയിരിക്കും, ആഫ്റ്റർനൂണിൽ ആബ്സെന്റ് ആയിരിക്കും. അത് രണ്ട് തരത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർനൂൺ പ്രസന്റ് വേറെ സിമ്പിൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മോർണിംഗിൽ പ്രസന്റ് ആയിരിക്കാം, ആഫ്റ്റർനൂണിൽ ആബ്സെന്റ് ആകാം. ഓക്കെ, ഇത് സിമ്പിൾ ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഈ സിമ്പിൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു അസൈൻമെന്റ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും തരട്ടെ അസൈൻമെന്റ്? ഒരു 50 പേരുടെ 50 സ്റ്റാഫുകൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ ഉപയോഗിക്കാം. 50 പേരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ റെഡിയാക്കുക. ഓക്കെ, ഈ 50 പേരുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ചില ആളുകൾ ഫുൾ പ്രസന്റ് ആകാം. അപ്പൊ ഫുൾ പ്രസന്റ് ഉള്ളിടത്ത് നിങ്ങൾ ഏത് ചിഹ്നം ഇടണ്ടേ, ഏത് സിമ്പിളാ ഉപയോഗിക്കണ്ടേ? ക്രോസ്. ചിലവര് മോർണിംഗ് പ്രസന്റ് ആകാം, ചില ആളുകൾ മോർണിംഗ് സ്പോട്ട് ആകാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ആരൊക്കെയാണ്, ഏതൊക്കെ പേരുകൾക്കാണ് അങ്ങനെ കൊടുക്കാൻ കഴിയാന്ന് നോക്കിയിട്ട് ആ ചിഹ്നം ഡിനോട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ ഒരു സ്കൂളിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു ബുക്കിൽ റെഡി ആക്കുന്നത് അതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, 50 പേര്. മിസ്, ഒരു ദിവസത്തെ അറ്റൻഡൻസ് അല്ലേ, ഒറ്റ ദിവസത്തെ? അതായത് ഇത് മൊത്തം നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടേ? ഒരു ദിവസത്തെ ആണ്. ഒരു ദിവസത്തെ എന്ന് പറഞ്ഞാല് സ്റ്റാഫുകൾ ചിലപ്പോ 10 20 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ സിമ്പിൾ പഠിക്കോ? മാം അപ്പൊ കൊറേ ഉണ്ടാക്കണ്ടല്ലോ. കുറെ ഉണ്ടാക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് ചെയ്താൽ. ഒരു ദിവസത്തെ ആണെങ്കിൽ ഒരു ദിവസത്തെ ചെയ്യാം. മാം ജസ്റ്റ് 1 day is enough. മാസത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു മാസത്തെ 1 monthൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പോലെ 30 ദിവസത്തെ അങ്ങനെ ചെയ്താലോ? എന്താണ്? സ്കൂൾ രജിസ്റ്റർ പോലെ 30 ദിവസത്തെ ഒരു ഇത് ചെയ്താലോ? എന്നാലും 30 ദിവസത്തെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഒരു ദിവസത്തെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസത്തെ ചെയ്യാം, പിന്നെ ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തി ചെയ്യാം, അങ്ങനെയും ചെയ്യാം. എങ്ങനെയാ ചെയ്യുന്നത് അപ്പൊ നിങ്ങള്? ഒരു ദിവസത്തെ ഞാൻ 1 day ചെയ്യാം. 1 day. വൺ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, അപ്പൊ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു 30 പോരെ മാം? മതി. ഓക്കെ, 30 മതിയോ? 50 വേണ്ടായിരുന്നു, 30 മതിയോ? അപ്പൊ പേര് എഴുതിയിട്ട് ജസ്റ്റ് സിമ്പിൾ ഒന്ന് ഇടാൻ മാത്രമാണ്. സിമ്പിൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സിമ്പിൾ ചോദിക്കും. പേര് എഴുതിയിട്ട് അതിന്റെ കുറച്ച് വൈഫും കൊടുത്തിട്ട് അതിന്റെ നേരെ നമ്മൾ എന്താ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ അങ്ങനെ മെൻഷൻ ചെയ്ത പോരെ, ഒരു ലൈനൊക്കെ ഇട്ടിട്ട്. ഞാൻ സ്കൂളിൽ ചെയ്തോണ്ടിരിക്കുന്ന അത് മതിയോ മാം? ഞാൻ അത് കാണിച്ചാൽ മതിയോ? ഏതാണ്? ഞാൻ സ്കൂളില് രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കുന്ന അറ്റൻഡൻസ് ആണല്ലേ? ഓക്കെ, മതിയാവും. ആ ബുക്ക് മതിയല്ലേ? ഓക്കെ മാം. മതി. ഓക്കെ മാം. മാം ഒരു സംശയം ചോദിച്ചില്ലേ, ഇത് നമ്മള് പേരെഴുതി അതിന്റെ നേരെ സൈഡിലായിട്ട് ഇതുപോലെ കോളം വരച്ച് അങ്ങനെ ചെയ്യണോ? കോളം വരച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലേ? കോളം വരച്ചിട്ട് ചെയ്യണം. നമ്മൾ സാധാരണ നമുക്കറിയാലോ. പിന്നെ ഒരു ഡൗട്ട് ഉണ്ട്, പിന്നെ നമ്മൾ ആബ്സെന്റ് ആവുക ഒരു റെഡ് മാർക്കിൽ ചെയ്യൂല, അതുണ്ടോ? റെഡ് മാർക്ക് ചെയ്യാം. റെഡ് മാർക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് റെഡ് ഇങ്ക് നമുക്ക് ഉപയോഗിക്കാം. അസൈൻമെന്റ് ആണ് കേട്ടോ. ഞാൻ ടോപ്പിക്ക് കൊടുത്തേക്കാം, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീക്ക് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് സബ്മിറ്റ് ചെയ്താൽ സമയം തരാം. മാം 50 അല്ലാട്ടോ 30 ആട്ടോ അസൈൻമെന്റ് സ്റ്റാഫ് 30 അല്ലേ? 15 30 ആക്കിയില്ലേ? ഇപ്പം 30 അല്ല, ജസ്റ്റ് 30 ഉണ്ടാക്കിയ പോരെ, 1 day ആട്ടോ. 30 മതി. 30 മതി. എല്ലാവരും കേട്ടോളൂ, 30 മതി കേട്ടോ. 30 സ്റ്റാഫുകളെ ഒരു
മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ അടുത്ത ആഴ്ച 2-ാം തീയതി തൊട്ട് സ്കൂൾ തുറക്കാണല്ലോ. അപ്പം അന്നേരം തൊട്ട് ടീച്ചിങ് പ്രാക്ടീസിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ്. നമ്മള് സാധാരണ ബേസിക് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? നല്ല ടെൻഷൻ ഉണ്ട് ആദ്യമായിട്ടാ. ഒരു ടെൻഷനും വേണ്ട. ടീച്ചിങ് പ്രാക്ടീസ് ആദ്യമായിട്ടാണല്ലോ പോകുന്നത്. അതെ മാം. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ ഒന്ന് പ്ലാൻ ചെയ്യാം, പ്രിപ്പയർ ചെയ്യുക ഒന്ന്. അതാണ് ആദ്യത്തെ കാര്യം. ആദ്യം അവിടെ ചെല്ലുക, നമ്മള് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ കയ്യെടുക്കാൻ പഠിക്കുക. അതാണ് ആദ്യം വേണ്ടത്. ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കണ്ട. പാട്ട് പഠിക്കുകയോ റൈംസ് ചെയ്യിപ്പിക്കുകയോ ആക്ഷൻ സോങ് കുറെ അധികം പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. എന്നിട്ട് കുട്ടികളൊന്ന് കയ്യിലെടുക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് നോക്കാം കുട്ടികളെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അപ്പോ ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പിറ്റേ ദിവസം പ്രിപ്പയർ ചെയ്താൽ മതി. മാം, ഞാൻ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഒരു സ്കൂളിൽ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഫസ്റ്റ് ഡേയിലൊന്നും വരണ്ട, ഒരു ജൂൺ പകുതി എത്തുമ്പോ വന്നാൽ മതി. കാരണം കുട്ടികളൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ട് ട്രെയിനിങ് തരുന്നതാവും നല്ലത്. അതായത് ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ ആദ്യമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് ഭയങ്കര എന്താ പറയാ, നമുക്ക് അറിയാലോ, കരച്ചിലും വാശി അങ്ങനെയുള്ള അതൊക്കെ ഒതുങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞു. നമ്മളായിട്ട് അടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതങ്ങനെ മാം, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലും അങ്ങനെയാണ്. 2 ആഴ്ചക്ക് ശേഷമാണ് ട്രെയിനിങ്ങിനുള്ളവരെ എടുക്കുന്നതെന്ന് പറഞ്ഞു. മാം, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതിയോ? അത് മാം ലൈവ് ക്ലാസ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും പോവുമല്ലോ? എല്ലാവരും തന്നെ പോകത്തില്ല? എല്ലാവരും പോവോ? എത്ര പേര് പോകുന്നുണ്ട്? മാം, ഞാൻ ജൂണിൽ ചെല്ലാനാ പറഞ്ഞത്. പക്ഷെ എന്നോട് ജൂലൈയിലേക്ക് ചെല്ലാൻ പറഞ്ഞവര്. എന്നുവെച്ചാൽ പിള്ളേർ അവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പിള്ളേരൊന്ന് ഒതുങ്ങിയിട്ട് ജൂലൈയിലേക്ക് ചെല്ലാൻ എന്നോട് പറഞ്ഞേക്കണേ. ഞാൻ ജൂൺ 1 പോകും മാം. ഞാൻ ജൂൺ 1 തന്നെ പോകും. അപ്പൊ എനിക്ക് ലൈവ് ക്ലാസ് കിട്ടത്തില്ല. എനിക്ക് ലൈവ് ക്ലാസ് റെക്കോർഡ് കാണേണ്ടി വരും. റെക്കോർഡ് കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഓക്കെ മാം. ഓക്കെ മാം, ഈ മോർണിംഗ് സ്പോട്ട് ഒന്ന് പറഞ്ഞു തരുമോ? മോർണിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ അതിനെയാണ് മോർണിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. കുറെ പേരൊക്കെ ജൂലൈ ആക്കിയല്ലേ? ഓക്കെ. ജൂലൈ മാം. അവിടുത്തെ മാം മിസ്സിനോട് ചോദിച്ചപ്പോ അവർ തന്നെ പറഞ്ഞതാ ഇങ്ങോട്ട് ജൂലൈ ആകുമ്പോ വന്നാ മതി എന്ന് പറഞ്ഞിട്ട്. എല്ലാ സ്കൂളിലും അങ്ങനെയാണ് മാം പറയണത്. അങ്ങനെയാണ് എല്ലാ സ്കൂളിലും പറയണത്. മാം പറഞ്ഞോളൂ, കുട്ടികളെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് വേണമായിരിക്കും നമ്മളെ വിളിക്കാൻ. അതുകൊണ്ടായിരിക്കും. അതെ, അങ്ങനെ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ? വളരെ സിമ്പിൾ ആണെന്നാ തോന്നുന്നത്. സിമ്പിൾ ആണല്ലേ? 2 പേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാവോ ആരെങ്കിലും? മാം, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ഉള്ളതില് അത് 1 ആണോ അത് ഡോട്ട് ആണോ? മോർണിംഗ് സ്പോട്ട് ആണോ? അവിടെ മുതൽ നമുക്ക് ഇതിൽ ക്ലിയർ അല്ല ശരിക്കും. ഇതിൽ ഡോട്ട് ആയിട്ടാ കാണുന്നത്. മിസ്സിന്റെ ഡോട്ട് ആണ്. ഓക്കെ. ഇതിൽ കാണുമ്പോ 1 പോലെ ഉണ്ട്. മിസ്സിന്റെ 1 പോലെ തോന്നുന്നു. അങ്ങനെയാണോ ടെക്സ്റ്റ് ബുക്കില്? ടെക്സ്റ്റിലൊന്നും മനസ്സിലാവുന്നില്ല. തെളിഞ്ഞിട്ടില്ല. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് 1 അല്ലേ താഴെ? ഇല്ലല്ല, ഒരു സ്ലാഷ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സിൽ അങ്ങോട്ട് ഒരു സ്ലാഷ് ഇങ്ങോട്ട് ഒരു സ്ലാഷ് ആണ്. അതിന്റെ കൂടെ അതിന്റെ ഉള്ളിൽ ഒരു 1 അല്ലേ? അതിൽ തന്നെ അത് 1 അല്ലേ മാം? ഓക്കെ, അതന്നെ 3-ല് 1 തന്നെയാണ്. മാമിന്റെ PDF ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നില്ല. എന്റെ ഇതിലും 1 മാം. 3-ലും 1 ആണല്ലോ. ക്ലിയർ അല്ല. മാമിന്റെ ഒരു ക്ലിയർ. എന്റെയാണ് ക്ലിയർ. മാമിന്റെ ക്ലിയർ ആണ്, ഞങ്ങളുടെ അത്ര ക്ലിയർ അല്ല. ക്ലിയർ അല്ല അല്ലേ? നിങ്ങളുടെ ആരുടെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കാണിക്കാവോ എന്നെ? ഞാൻ കാണിക്കാം.
ആരാ കാണിക്കുന്നേ? ആര്യയാണോ? അതെ അതെ, ഒരു മിനിറ്റ്. കാണാൻ പറ്റണ്ടോ മാം? ഇല്ല, ഫേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാണുന്നുണ്ടോ മാം? ക്യാമറ തിരിക്കാരിയ. അയ്യോ, ഇതില് ഡോട്ട് മാത്രം കാണുന്നത്. ഐശ്വര്യന്റെ കാണുന്നുണ്ട് മാം. ഒരു സെക്കൻഡ് ഐശ്വര്യ. ഇതില് കാണുന്നുണ്ടോ മാം? എന്താ തിരിക്കാൻ പറ്റല്ല. ഐശ്വര്യയുടെ സ്പോട്ട് കറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, മോർണിംഗ് സ്പോട്ട്, ആഫ്റ്റർനൂൺ സ്പോട്ട്. അതല്ല മാം, ആഫ്റ്റർനൂൺ സ്പോട്ടിന് ശേഷമുള്ളതൊക്കെ 1 ആണോന്നാ ചോദിക്കുന്നത്. ഡോട്ടാണോ 1 ആണോന്നാ ചോദിക്കുന്നത്. 1 ആണ്, അത് 1 ആണ് കേട്ടോ. ആഫ്റ്റർനൂൺ സ്പോട്ടിന് ശേഷമുള്ളത് 1 ആണ്. സ്ലാഷ് ഇട്ടിട്ട് 1 കൊടുത്തിട്ടില്ലേ 3 ടൈപ്പില്? 1 ആണ് കേട്ടോ. അത് 3ഉം 1 ആണോ മാം? അത് 4ഉം 1 അല്ലേ മാം? ആഫ്റ്റർനൂൺ സ്പോട്ടിന് ശേഷമുള്ള മോർണിംഗ് സ്പോട്ട്, ആഫ്റ്റർനൂൺ ആബ്സെന്റ് അതും 1 ആണ്. മോർണിംഗ് പ്രസന്റ്, ആഫ്റ്റർനൂൺ ലീവ് അതും 1 ആണ്. മോർണിംഗ് ലീവ്, ആഫ്റ്റർനൂൺ പ്രസന്റ് അതും 1 ആണ്. പിന്നെ ഫുൾ ഡേ ലീവ് അതും 1 അല്ലേ? അത് 1 ആണ്. അതിന് സ്ലാഷ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുൾ ഡേ ലീവിന് സ്ലാഷ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അതിനകത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ 1 ആണ് കേട്ടോ. മോർണിംഗ് ആഫ്റ്റർനൂൺ സ്പോട്ട് കഴിഞ്ഞിട്ട് 4 കോളത്തിൽ കൊടുത്തിരിക്കുന്നത് 1 തന്നെയാണ്. ഓക്കെ. അതേപോലെ ഫുൾ ഡേ പ്രസന്റ് ആ ഒരു ബോക്സ് കംപ്ലീറ്റഡ് അല്ലേ? ഫുൾ ഡേ പ്രസന്റോ? അതെ, ഒരു ബോക്സ് കംപ്ലീറ്റ് ആണ്. ക്രോസ് ചിഹ്നം അല്ലേ, ക്രോസ് സിംബൽ അല്ലേ? അതെ അതെ അതെ, ഓക്കെ മാം. അത് ഫുൾ ഇതാണ് കേട്ടോ. അത് എവിടെ വെച്ച് മുറിഞ്ഞിരിക്കുന്നതാണ്, ഫുൾ ക്രോസ് ആണ്. ഒരു നമ്മൾ കോളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ക്രോസ് വരുന്നതാണ് ഫുൾ പ്രസന്റ്. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനം ഫുൾ ഡേ ആബ്സെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എ, സ്മോൾ ലെറ്റർ എ ആണ് കേട്ടോ. ഓക്കെ. ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്യാമോ ആരെങ്കിലും? ഈ ചാപ്റ്റർ ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ? മാം ഇങ്ങനെ ഓരോ ഡോട്ട് വെച്ചിട്ടല്ലേ എഴുതണ്ടേ? അതെ, ഡോട്ട് വെച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ. ഡോട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ. ഓക്കെ മാം. ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ ആരെങ്കിലും? പിടിക്കരുത് മാം ഇതിനെ കുറിച്ച് പറയാനാണോ ഷോർട്ടായിട്ട് സമ്മറി? അതെ. എന്നെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതിൽ എനി പ്രൊമോഷൻ ഫ്രം ദ ടീച്ചിങ് ഗ്രേഡ്, ടീച്ചിങ് ഗ്രേഡിൽ സ്റ്റാർട്ടിങ് തുടങ്ങി പറയണം. സ്റ്റാർട്ടിങ് തുടങ്ങി മാത്രമല്ല, കാരണം ഈ ചാപ്റ്റർ നമ്മള് ഫിനിഷ് ചെയ്തു. ഈ ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ മാത്രം പറയാം. അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഓരോ പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഓക്കെ. അപ്പൊ എല്ലാ ജോലിക്കും പ്രമോഷനും മറ്റും കിട്ടും. പക്ഷെ ഒരു ടീച്ചർ ആയിരിക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് വരെ, റിട്ടയർമെന്റ് വരെ ടീച്ചർ ആയിരിക്കാനാണ് കഴിയുന്നത്. പിന്നെ ഓഫീസിൽ കുറച്ച് പ്രമോഷനും ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ടീച്ചേഴ്സിന് കിട്ടും. പിന്നെ ടീച്ചേഴ്സിന് ഓഫീസ് വർക്കിൽ യൂണിഫോം ഡ്യൂട്ടി, ബുക്സ്, നോട്ട്ബുക്ക് എന്നിവയൊക്കെ ഡെലിവറി ചെയ്യുന്ന ഡ്യൂട്ടീസും ഒക്കെ കാണും. പിന്നെ ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിലും. പിന്നെ അവർ നോട്ട്ബുക്കിൽ കുട്ടികളുടെ അറ്റൻഡൻസ് കൂടാതെ ഒരു ഡേറ്റും അവരുടെ ചാപ്റ്റർ ഏത് വോളിയോ പഠിപ്പിക്കുന്നതെന്നും സിഗ്നേച്ചറും ഒക്കെ വെച്ചൊരു ബുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതൊരു റെക്കോർഡായിട്ട് അവർ സൂക്ഷിക്കണം. അതവർക്ക് പിന്നെ ബാക്കി വന്ന ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ ടാലിയാക്കി അവർ കറക്റ്റായിട്ട് വെച്ചാൽ അത് പിന്നീട് ഒരു പ്രോബ്ലത്തിൽ നിന്നും
അവരെ സംരക്ഷിക്കുന്നതായിരിക്കും. പിന്നെ ഫയൽസ് ടു ബി യൂസ് ഇൻ ദ ക്ലാസ് റൂം, അതിൽ അറ്റൻഡൻസ് റെക്കോർഡ് കാണും, മിറർ കാണും, അതായത് ഒരു അറ്റൻഡൻസിന്റെ കോപ്പി ആയിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആയിരിക്കും, ലീവ് ലെറ്റർ രജിസ്റ്റർ കാണും, അഡ്മിഷൻ രജിസ്റ്റർ കാണും, സ്റ്റോക്ക് രജിസ്റ്റർ കാണും, പിന്നെ മാർക്ക് രജിസ്റ്റർ കാണും. അതിൽ കുട്ടികളുടെ മാർക്കൊക്കെ ആയിരിക്കും, എല്ലാ 3 ടേമിലുള്ള മാർക്കായിരിക്കും. സ്റ്റോക്ക് രജിസ്റ്ററിനകത്ത് നമ്പർ ഓഫ് ഡെസ്ക്, ബെഞ്ച് അതൊക്കെ ആയിരിക്കും കാണുന്നത്. പിന്നെ ഫീസ് കളക്ഷൻ രജിസ്റ്റർ കാണും. പിന്നെ വിസിറ്റേഴ്സ് നോട്ടും ഇൻസ്പെക്ഷൻ രജിസ്റ്ററും ഒക്കെ ആയിരിക്കും ഫയൽസിനകത്ത് കാണുന്നത്. പിന്നെ അറ്റൻഡൻസിന്റെ കുറച്ച് സിമ്പിൾസ് ആണുള്ളത്. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചാപ്റ്റർ ആണ് യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് കേട്ടോ. ഓക്കെ, ആദ്യം നിങ്ങൾ ആ ഫസ്റ്റ് പേജ് ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അതാണ് മാം. Meaning and institutional planning. Institutional planning is a systematic way to plan and program for the development of an institution. It is based on the principles of the maximum application of the resources of the school and the community in which it exists. Improvement in the outcome of students, teaching, learning method, co-curricular activities and professional development of teachers are the main objectives of institutional planning. A school system is serene with many activities which are diverse and often changing. Planning is the responsibility of the school head. Planning emphasizes reasoning in advance about the development of the school. Planning means getting things done. A successful planning specifies what work is to be done, why, when, how, and where it will be done, and who will be liable. ഓക്കെ, ജീന എന്താ മനസ്സിലായത് വായിച്ചിട്ട്? എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിനകത്ത്? സ്കൂളിലെ പ്രോഗ്രാംസിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെയാണോ വായിച്ചിട്ട് മനസ്സിലായത്? പേജിൽ തന്നെ ഉണ്ടല്ലേ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് സ്കൂളിനെ സംബന്ധിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഇപ്പൊ സ്കൂളിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇപ്പൊ സ്കൂള് മാത്രമല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കുക അല്ലെ. ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു ഏതെങ്കിലും ഒരു സ്ഥാപനം എടുക്കുക, ഇപ്പൊ ഒരു ബാങ്ക് എടുക്കുക അല്ലെങ്കിൽ ഒരു സ്കൂൾ എടുക്കുക, ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ആവശ്യമാണ്? പ്രോപ്പർ പ്ലാൻ ആവശ്യമാണ്. ആ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ആ ഒരു സ്ഥാപനം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, പ്ലാൻ ഇല്ലെങ്കിൽ വല്ല കാര്യം നടപ്പിലാവുമോ? നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? ഡേ ടു ഡേ ലൈഫിൽ പ്ലാനിങ് നടത്താറുണ്ടോ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്. പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ. അത് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യോ അല്ലെങ്കിൽ നേരം വെളുത്ത് എണീക്കുമ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത്? തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യും അല്ലെ. പ്ലാനിങ് ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മള് ടൈം മാനേജ്മെന്റിലൂടെ നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അല്ലെ. പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വേസ്റ്റ് ആയതുപോലെ തോന്നാറുണ്ടോ? പ്ലാനിങ് ഇല്ലെങ്കിൽ വേസ്റ്റ് ആവാറുണ്ടോ ഒരു ഡേ? പ്ലാനിംഗ് ഇല്ല എന്തെങ്കിലും കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് പോവില്ല. കറക്റ്റ് ആയിട്ട് ഓർഡർ ആയിട്ട് പോവില്ല അല്ലെ. നമ്മള് മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ എന്തിനൊക്കെ സമയം കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് എവിടെ വർക്കാവും. അതാണ് പ്ലാനിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ
അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 24 മണിക്കൂർ 24 അവേഴ്സിനുള്ളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം, അല്ലെ? എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയമില്ല എന്നുള്ളത്, അല്ലെ? എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് 24 അവേഴ്സ് മാത്രമാണ്, എല്ലാ വ്യക്തികൾക്കും. അത് പാവപ്പെട്ട ആളായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, സാധാരണക്കാരനായ വ്യക്തി ആയിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് തന്നെ ഉള്ളൂ? 24 മണിക്കൂറാണ് ഉള്ളൂ, അല്ലെ? പക്ഷെ ആ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ ആസ്വദിച്ചിട്ടാണ് അതിന്റെ സക്സസ് ഇരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്തിരിക്കണം? പ്ലാൻ ചെയ്തിരിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചാണെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിലാണ് വ്യക്തിക്കായാലും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്യുന്നു. അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പ്ലാനിങ്ങിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു സ്കൂൾ ആകുമ്പോൾ സ്കൂളിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് സ്കൂൾ ആകണം എന്നില്ല, സ്കൂൾ ആകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആകാം, ഇവിടെയൊക്കെ എന്തുണ്ട്? റിസോഴ്സസുകൾ ഉണ്ട്, അല്ലെ? അതായത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളാകാം അല്ലെങ്കിൽ അവിടെയുള്ള എക്വിപ്മെന്റുകളാകാം. അങ്ങനെ ധാരാളം റിസോഴ്സസ് എന്തുണ്ട്? ഒരു സ്ഥാപനത്തിന് ഉണ്ടാവും. അപ്പൊ ഈ സ്ഥാപനത്തിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള മാക്സിമം റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് പ്ലാനിങ്ങില് ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു സ്ഥാപനമാകുമ്പോൾ എന്തുണ്ടാവും? അവിടെ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവാം, നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ടാവാം, അതുപോലെ തന്നെ എക്വിപ്മെന്റുകൾ ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് പരമാവധി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സ്ഥാപനത്തിന്റെ പ്ലാനിങ് നടപ്പിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലാനിങ്ങിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്ലാനിങ് ഒരു സ്കൂളില്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്കൂളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഒരു സ്കൂളിൽ നടപ്പിലാക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ എയിംസ് ഉണ്ടാവും. എന്താണ് ആ എയിംസ് എന്ന് പറയുന്നത്? അതായത് സ്റ്റുഡൻസിന്റെ ഇംപ്രൂവ്മെന്റ്, സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനിങ് നടപ്പിലാക്കുന്നത്. നല്ലൊരു ഔട്ട്കം കിട്ടാൻ, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റുഡൻസിന്റെ ഇംപ്രൂവ്മെന്റ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്ലാനിങ് നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്, അതായത് ടീച്ചേഴ്സിന്റെ ലേണിംഗ് മെത്തേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാനിങ് നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാനിങ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ പ്ലാനിങ്ങിന് പലതരത്തിലുള്ള എയിമാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഔട്ട്കം ഓഫ് സ്റ്റുഡൻസിന്റെ ഇംപ്രൂവ്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ആ ഒരു റിസൾട്ടുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ലേണിംഗ് മെത്തേഡ്, അവരുടെ ലേണിംഗ് മെത്തേഡ്, ടീച്ചേഴ്സിന് എന്തുണ്ട്? ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവരുടെ ലേണിംഗ് മെത്തേഡ് വർദ്ധിപ്പിക്കുന്നതിന്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും പ്രൊഫഷണൽ ഡെവലപ്മെന്റിലുള്ള ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നടപ്പിലാക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ്ങിന്റെ മെയിൻ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഒരു സ്കൂളില് ആരാണ് പ്ലാനിങ്? അല്ലെ? സ്കൂൾ ഹെഡ് ആണ് എന്ത് ചെയ്യുക? പ്ലാനിങ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ആ ഹെഡിനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് ഊന്നൽ നൽകുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് സ്കൂൾ, അതായത് സ്കൂളിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, സ്കൂള് വളരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്ലാനിങ് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരു സക്സസ്ഫുൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ്? അതായത് എന്ത് ജോലിയാണ് അവിടെ ചെയ്യുന്നത്, എന്ത് ജോലിയാണ് അവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് ആ ജോലി ചെയ്യുന്നത്, എപ്പോഴാണ് ആ ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എവിടെ വെച്ചിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടാവും. ഒരു ടീച്ചർക്ക് ഒരു കാര്യം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി, ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ് റൂം കൊടുക്കുന്നത് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, അല്ലെ? ഇപ്പൊ പല ടീച്ചേഴ്സിനും പല ക്ലാസ് റൂം ആണ് കൊടുക്കുക, അല്ലെങ്കിൽ പല സബ്ജക്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്.
നോൺ ടീച്ചിങ് സ്റ്റാഫിന് അവരുടേതായിട്ടുള്ള ജോലികൾ കൊടുക്കാറുണ്ട്. ഇതിനകത്തൊക്കെ എന്ത് വരുന്നുണ്ട്? പ്ലാനിങ് വരുന്നുണ്ട് അല്ലെ? അവരെന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, അവരെപ്പോഴാണ് ജോലി ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അവർ ജോലി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത്, എവിടെ വെച്ചിട്ടാണ് അവർ ജോലി ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലുണ്ടാവും? പ്ലാനിങ്ങില് മെൻഷൻ ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? പ്ലാനിങ് ഓക്കെ ആണ്? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില ഫാക്ടറുകൾ പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഫാക്ടറുകളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് വർക്ക് ഫാക്ടർ ആണ്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, ടൈം ഓപ്പറേഷൻ ഓർ റെപ്പിറ്റേറ്റീവ്. അതായത് ഈ ജോലി എന്ന് പറയുന്നത്, വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജോലിയാണ്. അതായത് ഒരു ജോലി കൊടുക്കുമ്പോൾ അത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ, അതായത് വളരെ എളുപ്പമുള്ളതാണോ സങ്കീർണമാണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ടൈം ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, റെപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ടോ, അതായത് ആവർത്തിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. ജോലി ആവർത്തിച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നെ സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത് സ്കിൽസ് ഓഫ് ടാലന്റ് ഓഫ് ദി സ്റ്റാഫ് റിക്വയർഡ്, അതായത് സ്റ്റാഫുകൾക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ടാലന്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. then കോസ്റ്റ് ഫാക്ടർ, യൂസ്ഫുൾനെസ് ഓഫ് ടു ദ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ഓർ കമ്മ്യൂണിറ്റി. അതായത് ഈ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ചെലവാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇത് സ്റ്റുഡൻസിന് എന്താ പറയാ ആവശ്യമാണോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇതുകൊണ്ട് മെച്ചമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനും കമ്മ്യൂണിറ്റിക്കും ഒക്കെ ഈ ഒരു കാര്യം പ്ലാനിങ് കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. then ടൈം ഫാക്ടർ എന്ന് പറയുന്നത് അർജൻസി ഓഫ് ദ പ്ലാൻ, അതായത് ഈ പ്ലാനിങ് എത്ര നാൾ കൊണ്ട് നടപ്പിലാക്കണം. നമുക്കറിയാം ഒരു പ്ലാനിങ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കായിരിക്കും, ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത് എൻഡ് ചെയ്യുന്ന സമയത്തേക്ക് വരെയുള്ള പ്ലാനിങ് ആയിരിക്കും സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ടൈം ഫാക്ടർ ഉണ്ടാവും. ഒരു വർഷമാണോ അല്ലെങ്കിൽ 6 മാസമാണോ, നിശ്ചിതമായിട്ടൊരു ടൈം ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ടാണ് ആ എന്താ പറയുക ടൈം പീരീഡിനുള്ളിൽ ഇത് തീർക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടാകാം. ദെൻ എക്യുപ്മെന്റ് ഫാക്ടർ ആണ്. എക്യുപ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റീരിയൽസ്, മെഷീൻ ആൻഡ് സ്പേസ്, അതായത് പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, പിന്നെ മെഷീൻസ്, എന്തൊക്കെ എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ മെഷീനുകൾ പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോ ഇതൊരു സ്കൂളിന്റെ മാത്രമല്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിൽ ഉണ്ടാവുക. ഓക്കെ, എക്യുപ്മെന്റ് ഫാക്ടറിൽ മെറ്റീരിയൽസ് വരും, അതുപോലെ മെഷീൻ വരും, സ്പേസ് വരും എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സസും അതിനകത്ത് വരാം കേട്ടോ. അതായത് മനുഷ്യ വിഭവങ്ങൾ, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, നോൺ ടീച്ചേഴ്സ് സ്റ്റാഫ് ഒക്കെ ഇതിനകത്ത് വരാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒരാൾ വായിക്കാം കേട്ടോ, ഒന്ന് റീഡ് ചെയ്തേ. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആരാ റീഡ് ചെയ്യാം? ഞാൻ വായിക്കട്ടെ. അപർണ വായിച്ചു. Financial assistance. Reliant upon the strength of the school, the teacher is entrusted with the work of fees collection. Even then, except the principal or the head of the institution, other teachers will not be given the work of salary disbursement or making financial decisions. Financial management emphasizes the aspects of school finance, budgeting, and accounting procedures. The control and management of school finance is the major responsibility of a school head. School finance is assigned to the money needed to pay staff, maintain the institution, and keep services going. Budget refers to a financial plan for a year. It includes the expected revenue and expenditure for each year. Accounting refers to the record keeping information about income and expenditure showing the net loss or surplus. എന്താ മനസ്സിലായത് പറഞ്ഞേക്ക്? അത് ആ സ്കൂളിലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട്.
ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ബഡ്ജറ്റിന്റെ ഇതിലൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ. അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് വരിക ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ആരാണ് സൈൻ ഔട്ട്? മാം ഇതിലെ ആ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആ 4ാമത്തെ പോയിന്റ് ഒന്ന് പറയോ? എമർജൻസി ആണോ അത്? ഏതാണ്? എക്യുപ്മെന്റ് ഫാക്ടർ അല്ലേ? അല്ല, ടൈം 4ാമത്തെ ഫാക്ടർ. അർജൻസി. എത്ര പീരീഡിനുള്ളിൽ, എത്ര ടൈമിനുള്ളിൽ ആ പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ആവശ്യം, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ പ്ലാനിങ് ഓക്കെ ആക്കണം എന്നുള്ളതാണ് ടൈം ഫാക്ടർ പറയുന്നത് കേട്ടോ. സ്റ്റാഫ് ഫാക്ടർ ഒന്ന് പറഞ്ഞുതരുമോ? ഏതാണ് സ്റ്റാഫ് ഫാക്ടർ? സ്റ്റാഫ് ഫാക്ടർ എന്ന് പറഞ്ഞാല് അവിടെ, അതായത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ടാലന്റ്, അവരുടെ സ്കിൽ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എത്രയാണ് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമെങ്കിൽ അവരുടെ കഴിവുകൾ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ മാം. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. മാം ഈ ടൈം ഫാക്ടർ ഒന്ന് പറഞ്ഞുതരുമോ? ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര നാളുകൾക്കുള്ളിൽ ആ പ്ലാൻ നടപ്പിലാക്കണം എന്നാണ്. അർജൻസി ഓഫ് ദ പ്ലാൻ, പിന്നെ ആ പ്ലാനിന്റെ ആവശ്യകത, എത്ര ടൈം പീരീഡിനുള്ളിൽ അത് നടപ്പിലാക്കി തീർക്കണം. ഓക്കെ മാം. മാം ശനിയും ഞായറും ക്ലാസ് കിട്ടുമായിരുന്നു, നല്ലായിരുന്നു. ലൈവ് ക്ലാസ് കൂടായിരുന്നു ഞങ്ങൾക്ക്. മാം അങ്ങനെ ഒരു പ്ലാൻ വരുമായിരുന്നെങ്കിൽ. ഞങ്ങൾ ഇനി എല്ലാവരും തന്നെ പോകത്തില്ലേ ടീച്ചിങ് പ്രാക്ടീസിന്, അപ്പോൾ ഞങ്ങൾ ലൈവ് ക്ലാസ്സിൽ ഞങ്ങൾക്ക് കിട്ടത്തില്ലല്ലോ. എത്ര പേരാണ് ജൂണിൽ പോകുന്നേ? എത്ര പേരുണ്ടെന്നൊന്ന് പറയാമോ? ജൂണിൽ ആരും ഇല്ല, ജൂലൈയിലുള്ളൂ. ജൂലൈയിലുള്ളൂ, ഇനി മാത്രമേ ഉള്ളൂ. ഞാൻ ജൂണിൽ പോകും മാം. പിന്നെ അത് കഴിയുമ്പോ ജൂലൈയിലാണല്ലോ അവര് പോകുമല്ലോ. അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ് ശനിയും ഞായറും കൂടെ കിട്ടുന്ന രീതിയിലൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ. അതൊന്ന് നോക്കാം, ആലോചിക്കാം കേട്ടോ, പറയാം, മാനേജ്മെന്റിനെ അറിയിക്കാം. ഓക്കെ മാം. നിങ്ങൾക്ക് എല്ലാവർക്കും വയ്ക്കണം എന്ന് താല്പര്യമുണ്ടോ നിങ്ങൾ ജൂലൈയിൽ പോകുമ്പോ? ആകെ കിട്ടുന്ന ഒരു മൺഡേ ടു ഫ്രൈഡേ വരെ ഉണ്ടോ ക്ലാസ് മാം? അല്ല, സാറ്റർഡേ സൺഡേ ഇത് എക്സ്ട്രാ ആണോ? എന്താണ്? സാറ്റർഡേ വർക്കിംഗ് ആണ് ഇവിടെ, സൺഡേ ഇല്ല. വേണ്ടായിരുന്നു, കിട്ടും. റെക്കോർഡ് ക്ലാസ് കാണും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പൊതുവായിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുത്തിട്ട് അത് സാറിനെ അറിയിക്കുന്നതാണ് നല്ലത്. ക്ലാസ് വേണമെങ്കിൽ കേട്ടോ. എന്താ, ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാം. അത് നിങ്ങൾ തീരുമാനിക്കും എത്ര പേര് പോകുന്നുണ്ട്, ഒരു പ്ലാനിങ് നടത്തും. എത്ര പേരാണ് പോകുന്നത്, ക്ലാസ് ആവശ്യമാണോ, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് നിർബന്ധമാണോ, റെക്കോർഡ് ക്ലാസ് കണ്ടാൽ ഓക്കെ ആണോ, അതൊക്കെ നിങ്ങൾ അതിൽ നിന്ന് തീരുമാനിക്കൂ. എന്നിട്ട് എന്തെന്ന് വെച്ചാല് സാറിനെ അറിയിക്കൂ കേട്ടോ. റെക്കോർഡ് ക്ലാസ് അത്രയും പറ്റുന്നില്ല മാം. റെക്കോർഡ് ക്ലാസ് അത്രയും പറ്റുന്നില്ല, ഒരു ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. റെക്കോർഡ് ക്ലാസ് ഇത്രയും പകുതി പോലും ആവത്തില്ല ഞങ്ങൾ കാണുമ്പോൾ. അതാണ് കാണുമ്പോൾ അല്ലേ. നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യും, എല്ലാവരും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മാം ഇവര് ജൂലൈയിൽ പോവാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു സാറ്റർഡേ ടു സൺഡേ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മൺഡേ ടു വീക്ക് ഫുള്ള് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇതായിരിക്കും. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒഴിവാക്കാനും പറ്റില്ലല്ലോ ക്ലാസ്സുകള്, കാരണം ബാക്കിയുള്ള ആളുകൾ റെക്കോർഡ് ക്ലാസ് കാണുന്നുണ്ടല്ലോ. മാം ഇപ്പൊ പോവുകയാണെങ്കിൽ ജൂലൈയിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 6 to 7 മെമ്പേഴ്സേ ഉള്ളൂ മാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തായിരുന്നു, അപ്പൊ ആരും ഇല്ല. അപ്പൊ അവർക്ക് വേണ്ടി ബാക്കി സ്റ്റുഡൻസ് ഉണ്ടല്ലോ മാം, കുറെ പേര്. എന്തായാലും ഇപ്പൊ അത്രയും കുറഞ്ഞ ഇതല്ലേ, അപ്പൊ എന്തായാലും റെക്കോർഡ് ക്ലാസ് തന്നെയാണ് തോന്നുന്നു ബെസ്റ്റ്. സാറ്റർഡേ ക്ലാസ് വെക്കുകയാണെങ്കിൽ ഡ്യൂ ടു റെയിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റാത്ത ദിവസം ആ ക്ലാസ് വേണമെങ്കിൽ ശനിയാഴ്ചത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. ഇപ്പം ഓൾറെഡി ലീവ് വരുമ്പോ അല്ലാതെ എക്സ്ട്രാ ഒരു ക്ലാസ് ശനിയാഴ്ച വെക്കുന്ന ഭയങ്കര മെനക്കെട്ട്.
മാം റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഞങ്ങൾ കൃത്യമായിട്ട് കാണാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ ചില ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് മിസ്സാവുന്നുണ്ട്. പകുതി ക്ലാസ്സുകളും കിട്ടാതെ വരുന്നുണ്ട്. കാരണം റെക്കോർഡ് ക്ലാസ് ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ ഇത് കണ്ടതാണല്ലോ, പിന്നെ അടുത്തെടുത്ത് നോക്കുമ്പോൾ അത് കണ്ടതാണല്ലോ, പിന്നെ നോക്കുമ്പോൾ ഇടയ്ക്കത്തെ കാണാത്ത ഒത്തിരി റെക്കോർഡ് ക്ലാസ് ഞങ്ങൾക്ക് മിസ്സാവുന്നുണ്ട്. അതാണ് പ്രശ്നം. ഒരു ദിവസം കാണാതെ പോയാൽ പിന്നീട് അത് ഞങ്ങൾക്ക് എടുക്കാൻ ചിലപ്പോൾ പറ്റാതെ വരുന്നുണ്ട്. അതാണ് കൃത്യമായിട്ട് ഒരു ക്ലാസ് കിട്ടുന്നില്ല റെക്കോർഡ് ക്ലാസ്. ഓർഡർ അനുസരിച്ച് ക്ലാസ് കിട്ടിയാൽ ഞങ്ങൾ കൃത്യം നമുക്ക് എല്ലാ ദിവസങ്ങളും എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് കിട്ടുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ.